വയനാട് ദുരന്തമേഖലയിൽ ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരു കുഞ്ഞുമോൻ്റെ കയ്യിൽ നിന്നും ഒരു സന്നദ്ധപ്രവർത്തകൻ ഉണ്ണിയപ്പം വാങ്ങുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് CA അബ്ബാസ് എന്ന സാമൂഹ്യപ്രവർത്തകൻ പങ്കുവച്ച വാക്കുകൾ കേട്ടാൽ കണ്ണുകൾ നിറയും. ഒരു മാസം കഴിഞ്ഞു. ചുണ്ടിനും മാറിനും ഇടയിൽ നിന്ന് ഊർന്നുപോയ പൈതങ്ങൾ, മോണ കാട്ടിച്ചിരിക്കുന്ന ഓമനകൾ, അലക്ഷ്യമായി എറിഞ്ഞ ചൈനീസ് പാവ പോലെ മണ്ണ് പുരണ്ടു കിടന്ന ഭൂമി, 45 ചാക്ക് ഏലവും 25 ചാക്ക് കുരുമുളകും ടൗണിൽ കൊണ്ടുപോവാൻ വാഹനം ഏർപ്പാടാക്കി കിടന്നവൻ്റെ ഇരുനില വീട് പോലും ഒലിച്ചുപോയ ഭൂമി, കൈകാലുകൾ നിവർത്തിയൊന്ന് പിടയാൻ പോലും അനുവാദം കിട്ടാതെ അസ്രായീലിൻ്റെ കൈകളിലമർന്ന കൂരാകൂരിരുട്ട്, പാലാഭിഷേകത്തിൽ നീരാടിയ ദൈവങ്ങൾ ഇരിക്കുന്ന സിംഹാസനങ്ങളും നാഥൻ്റെ വിധി വിലക്കുകൾ ഓതിക്കേൾപ്പിച്ച മിമ്പറുകളും ചെളിയിലാണ്ട് പോയ പാതിരാത്രി, കുടുംബബന്ധം കൊണ്ടും അയൽവാസി ബന്ധം കൊണ്ടും മുണ്ടക്കയം മക്കളെപ്പോലും പുറം നാട്ടിലേക്ക് കെട്ടിച്ചു നൽകാൻ മടിച്ചവർ അറ്റുപോയ തലമുറയുടെ സ്തൂപമായ മണ്ണ്, നോവിൻ്റെ നനവ് പറ്റിയ നീർക്കുഴികൾ നിറഞ്ഞ പുഴവഴികൾ, കുന്നോളം സ്വപ്നങ്ങൾ നെയ്ത മനുഷ്യരുടെ നെഞ്ചത്ത് ആനയോളം വലിപ്പത്തിൽ കല്ല് പതിഞ്ഞ ഇരുട്ട്, പേരറിയാത്തവർക്ക് നമ്പറിട്ട് കാത്തിരുന്നിട്ടും കാത്തിരിപ്പ് നീളുന്ന പുത്തുമല, ഒരു മനുഷ്യന് തന്നെ 6 കബറുള്ള ശ്മശാന ഭൂമി, മുറിവുണങ്ങാൻ ഇനിയും ആണ്ടുകൾ വരും. മുറിപ്പെട്ടവർക്ക് നാഥൻ ക്ഷമ നൽകട്ടെ, ജീവനറ്റവർക്ക് നാഥൻ സ്വർഗം നൽകട്ടെ. കണ്ട് മരവിച്ച നമുക്ക് ഇനിയൊരു പരീക്ഷണം നൽകരുതേ നാഥ. ഞങ്ങൾ പോവുകയാണ്, ഇനി നിങ്ങൾ വരണം. അതിജീവനത്തിൻ്റെ തൊപ്പി ധരിച്ച് പലരും വയനാടിൻ്റെ വഴിയോരത്തുണ്ട്. ഒരു നാട് ഒലിച്ചു പോയപ്പോൾ കൂടെ പോയത് കുറേയധികം മനുഷ്യരാണ്. മരണക്കയത്തിൽ മുങ്ങിയാണ്ട് പോകുമ്പോൾ ജീവനു വേണ്ടി നിലവിളിച്ചവർ ഏറെ, വേദന കൊണ്ട് ആർത്തലച്ചവർ അതിലേറെ. ഒരു തുള്ളി വെള്ളം മുഖത്ത് വീണപ്പോൾ ഞെട്ടിയുണർന്ന ഞെട്ടലോടെ നാഥനിലേക്ക് പോയവർ എണ്ണമറ്റത്. അവർക്കെല്ലാം നാഥൻ ഷഹീദിൻ്റെ 3-ാം വിഭാഗത്തിൽപ്പെടുത്തി ഉന്നത പദവി നൽകി ആദരിക്കും. വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ് റബ്ബ്. ആ ദുരന്തഭൂമിയിൽ സേവനം ചെയ്തതിനും പടച്ചോൻ പടച്ച പടപ്പുകളെ മണ്ണിലാക്കി യാത്രയാക്കിയതിനും ഞങ്ങളെ നാട്ടുകാർ, പ്രസ്ഥാന ബന്ധുക്കൾ ആദരിക്കും. കിബർ ഒരു തുള്ളി എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ദുനിയാവിൻ്റെ ആദരം കൊണ്ട് ഞങ്ങളും തൃപ്തരാവണം. എല്ലാം അവസാനിച്ചു തുടങ്ങി. ചെളി ഉറച്ചു തുടങ്ങി. വെള്ളം തെളിഞ്ഞു തുടങ്ങി. വെള്ളാർമല സ്കൂളും തുറന്നു. ദുരന്തത്തിൻ്റെ ദുഃഖം, വികാരം മാഞ്ഞു തുടങ്ങി. ഇനിയാണ് ദുരിതകാലം. മരണപ്പെട്ടവരെക്കാൾ രക്ഷപ്പെട്ടവർക്കാണ് ദുരിതം. ജീവിക്കണം, ജീവിപ്പിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. കൂര വേണം, കൂട്ടിരിക്കാൻ പെണ്ണ് വേണം, പെണ്ണിനൊരു വരൻ വേണം, വരനൊരു വധു വേണം. പ്രായമായ അച്ഛൻ പ്രയാസമില്ലാതെ ഉറങ്ങണം. അന്നവും മലവും തിരിച്ചറിയാത്ത ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ഉള്ള് ചിരിക്കണം. എല്ലാത്തിനും അപ്പുറം എല്ലാം നഷ്ടപ്പെട്ടവന് മനസ്സ് പാകപ്പെടണം. ഉമ്മ, ഞാനും വരികയാണ് നിങ്ങളുടെ ലോകത്തേക്ക് എന്ന് ഒരിക്കൽ പോലും തോന്നാത്ത വിധം നീട്ടി നൽകിയ ആയുസ് ജീവിച്ചു തീർക്കണം ബാക്കിയായവർക്ക്. ദുരന്തത്തിൻ്റെ 1 മാസക്കാലം സന്നദ്ധപ്രവർത്തകർ എല്ലാം ഉപേക്ഷിച്ച് കൂടെ നിന്നു. ഇനി നിങ്ങളുടെ ഊഴമാണ്. എല്ലാം ഉപേക്ഷിക്കണ്ട. പക്ഷേ അവർക്ക് ജീവിക്കാൻ ഒന്നിൽ നിന്ന് തുടങ്ങണം. അതിനായി അവരെ സഹായിക്കാൻ നിങ്ങൾ ഇതുവഴി വരണം. നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഭിക്ഷ കൊടുക്കണ്ട. പകരം നിങ്ങളുടെ ആനന്ദത്തിൽ നിന്ന് ഒരു വിഹിതം നൽകണം. നിങ്ങൾ ഒരു യാത്ര പോകാൻ ഒരുങ്ങുന്നുവെങ്കിൽ, നിങ്ങൾ ക്യാമ്പുകൾ വെക്കുന്നു എങ്കിൽ, നിങ്ങൾ ഒരു ഹണിമൂണിന് ഒരുങ്ങുന്നുവെങ്കിൽ അത് ഈ മാമലനാട്ടിലേക്ക് തിരിക്കണേ. ഇവിടെയുള്ള വഴിയോരങ്ങളിൽ ഉണ്ണിയപ്പമുണ്ട്. ഇത്തിരി മധുരം കുറഞ്ഞാലും 4 പാക്ക് വാങ്ങണേ. സൗകര്യം കുറച്ച് കുറഞ്ഞാലും ഒരു രാത്രിയെങ്കിലും മേപ്പാടിയുടെയും പ്രാന്തപ്രദേശങ്ങളിലെയും റിസോർട്ടിൽ താമസിക്കണേ. വഴിയോരങ്ങളിലെയും ബസാറിൻ്റെ ഓരങ്ങളിലും തൂക്കിയിട്ട കളിപ്പാവകൾ ചുരം കയറി വരുന്ന നമ്മളെ കാത്ത് തൂങ്ങിയാടുകയാണ്. വേണ്ടെങ്കിലും സ്വീകരണ മുറിയിൽ ഒരലങ്കാരമാക്കാനെങ്കിലും വാങ്ങിക്കണേ. അവർക്ക് അന്തസ്സോടെ ഒന്നിൽ നിന്ന് തുടങ്ങാൻ നമ്മൾ ഒന്നായി നിൽക്കണം. കാരണം ദുരന്തഭൂമിയിൽ മരണപ്പെട്ടതിനേക്കാൾ ദുരിതമാണ് രക്ഷപ്പെട്ടവരുടെ ജീവിതം. നാഥൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ.